അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയുന്നത് പോലെ ഒറ്റ മഴ പെയ്തപ്പോൾ ഉണ്ടായ വെള്ളക്കെട്ട്. പുതിയ പരാതി എഴുതിക്കോ. എങ്ങനെ അതിജീവിക്കും ഈ മഴക്കാലത്തെ എന്നുള്ളത് തലസ്ഥാന നഗരിയിലെ ജനങ്ങളുടെ വലിയ ആകുലതയാണ്, അവരുടെ വലിയ ആശങ്കയാണ്. നഗരസഭ പിന്നെ ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ അത് രൂപീകരിക്കുകയും എന്നാ പിന്നെ പേടിക്കണ്ട, അത് കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ച് ആ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. കേട്ട് ഞാൻ മടുത്തു. അത് ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ വർഷവും നമ്മൾ ചെയ്താണ്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? സാധാരണ നിലയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലല്ലാതെയാണ് കഴിഞ്ഞ തവണ വെള്ളക്കെട്ടുണ്ടായത്. അപ്പൊ അത്തരം ചില ഹോട്ട്സ്പോട്ടുകളെ കൃത്യമായി മോണിറ്റർ ചെയ്ത് അവിടെ ആദ്യമേ നമുക്ക് വർക്കുകൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. അപ്പൊ കഴിഞ്ഞ തവണ കയറിയ സ്ഥലത്തൊന്നും വെള്ളം കയറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തിരുവനന്തപുരത്ത് ശക്തമായ മഴ, ശംഖുമുഖത്തും വലിയ തുറയിലും വീടുകളിലും വെള്ളം കയറി എന്നുള്ളത് ഇന്നത്തെ വാർത്തയാണ്. മുതലും പലിശ ചേർത്ത് കിട്ടി. ഒരു നഗരത്തിനെ എങ്ങനെ നരകമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതിന്റെ കൃത്യമായ എക്സാമ്പിൾ കാണണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്ന് നോക്കണം. ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അങ്ങനെ തിരുവനന്തപുരത്തുകാരുടെ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു മേയറെ തന്നിരിക്കുന്നത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അത് കാരണമാണ് ഇപ്പൊ തിരുവനന്തപുരത്തുകാർക്ക് വീട്ടിന്റെ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മറ്റേ ഒരു സിനിമയുണ്ടല്ലോ, നീ കൂടുതൽ കഥയൊന്നും ഇറക്കണ്ട, നേരെ കാര്യത്തിലോട്ട് വാ. ബിജു മേനോൻ വീട് മൊത്തം കുഴിച്ചു വെച്ചിട്ട് ദിലീപ് വെളിയിൽ ഇറങ്ങുമ്പോൾ കുഴിക്കാത്ത വീഴുന്ന എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. അതുപോലൊരു അവസ്ഥയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ അഹങ്കാരം കൂടിയിട്ടാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ. മേയർ ആര്യ രാജേന്ദ്രൻ സന്ദർശനം നടത്തുകയാണ്. നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. മേയറെ പ്രതികരിക്കാനുണ്ടോ? അല്ല, ജസ്റ്റ് എന്താണ് ഈ വിഷയം? മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പോവുമായിരിക്കും ആളുകൾ. അല്ല മേയർ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മേയർ, നമ്മൾ ഈ പരിഹാരം ഉടനെ കാണോ? മേയറെ എത്ര നേരമാണ് ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയണ. കശ്മീർ, ഇതാണ് മേയറുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? അത് അവർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് നാണക്കേടുണ്ടാക്കും. വളരെ മോശമായി പോയി. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിൽ മേയർക്ക് മറുപടിയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് ലക്ഷ്മി. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി.